എന്റെ മനുഷ്യ എത്ര സമയം നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് നിങ്ങൾ അതിനകത്ത് വല്ല ഭജന ഇരിക്കുവാണോ? ഇത്രയും സമയം എടുത്ത് അതിനകത്ത് ബക്കറ്റും കപ്പൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്നെ ചെയ്ത് ആ ബാത്ടബിനകത്തിട്ട് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് കയറി ഇറങ്ങിയിരുന്നു. ടീച്ചറാ ഇവച്ചിന്റെ ഒരു കാര്യം. ആ മോള് രാവിലെ എണീറ്റോ? രാവിലെ ഡ്യൂട്ടി ഉണ്ട്. അലക്സ പ്ലേ അമ്മേ നാരായണ ദേവി നാരായണ അമ്മേ. എന്നാ തുളസി രാവിലെ? അലക്സ സ്റ്റോപ്പ്. എടി സുമേ, നിന്റെ അധികം കുറ്റി ഉണ്ടാടി ഒരെണ്ണം എടുക്കാൻ. എൻ്റെ കുറ്റിയാണെങ്കിൽ തീർന്നു പോയി കേട്ടോ. ഞാനാണെങ്കിൽ ബുക്ക് ചെയ്തത് വന്നതുമില്ല. സുധാകരേട്ട അന്ന് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ അധികം കുറ്റി ഉണ്ടെന്ന്. ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ട് താടി. എൻ്റെ കുറ്റി വരുമ്പോൾ ഞാൻ അങ്ങ് തിരിച്ചു തരാം കേട്ടോ. ആരാ തുളസി? എന്റെ കൊച്ചെ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന തുളസിയെ. ഓ, അവള് രാവിലെ കുറ്റിയും ചോദിച്ചോണ്ട് വിളിച്ചേക്കുന്നതാ. കൊച്ചിനെ അറിയാവോ? അവളെയും കൊണ്ടുള്ള പുകിലൊരു രക്ഷയില്ല. നമ്മുടെ തെങ്ങൊന്നൊരു തേങ്ങ അവളുടെ പറമ്പിലോട്ട് വീണു. ആ തേങ്ങ അവളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ജില്ലാ കോടതി വരെ പോയി അതിന്റെ പുകിലുമായിട്ട്. അത് മാത്രമാണോ അമ്മ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നില്ലേ? കുശുമ്പ് സഹിക്കാൻ മേലാതെ അവളും കയറി നിന്നു. ആ കൊച്ചെ നിനക്ക് ബാക്കിയും കൂടെ കേൾക്കണോ? അവൾക്ക് ആകെ കിട്ടിയത് 6 വോട്ട്. അതിനായിട്ട് 5 വോട്ട് അസാദ് വരുന്നേ. എന്നിട്ടാണ് അവൾ ഈ കളിയെല്ലാം കൂടെ കളിക്കുന്നത്. ആ പിന്നെ തുളസിയെ എടി ഞങ്ങൾ സ്തുതിക്കുട്ടന്റെ അടുത്തോട്ട് ഇങ്ങ് പോകുന്നായിരുന്നു കാനഡയിലോട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് മീറ്റിങ്ങിന് വന്നപ്പം. ഗ്യാസ് കുറ്റി ഇല്ല കേട്ടോ. ഞങ്ങൾ 2ാമത്തെ കുറ്റി കൊച്ചിന്റെ അടുത്ത് കൊടുത്തിട്ടാ പോകുന്നതേ. നീ ഒരു പണി ചെയ്യേ, നീ രജനിയുടെ അടുത്തൊന്ന് പോയി ചോദിക്കേ. അവൾക്ക് 3 കുറ്റി സാങ്ഷൻ ആയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കേ. ഓക്കെ ശരി എന്നാ ഓക്കെ. നിങ്ങൾ കുറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നു രാവിലെ. ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഞാൻ രാവിലെ പറഞ്ഞോ. എന്നാ കൊച്ചെ നിന്റെ സൗണ്ട് മാറിയിരിക്കുന്ന വയ്യടാ. എന്നാ എന്നാ എന്റെ ദൈവമേ എന്നാണോ?